ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഓരോ പണികളായിട്ട് തുടങ്ങുന്നു കേട്ടോ. ഒരിക്കൽ എഴുന്നേറ്റ് പിന്നെയും കിടന്നു. രാത്രി നല്ല മഴയായിരുന്നു. അപ്പം തണുപ്പും അതുപോലെ തന്നെ ഇടുപ്പേനൊക്കെ ആയപ്പോൾ അങ്ങനെ വീണ്ടും കിടന്നു. ഇനി ഇവിടെ പണികളൊക്കെ കിടക്കുകയാണ്. അപ്പം നമ്മൾ തലേദിവസം രാത്രി ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി ഒന്നും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കിടന്നത്. ഓൾറെഡി ചോറ്, ദാള്, അതുപോലെ തന്നെ എന്താ പറയുക, പിറ്റേ ദിവസത്തേക്കുള്ള ചട്നി, ദോശയുടെ കൂടെയുള്ള ചട്നി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം പാത്രങ്ങളൊന്നും കഴുകി വയ്ക്കാതെ വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ച് കുതിർത്തിയിട്ടിട്ടാണ് കേട്ടോ കിടന്നത്. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് നമ്മൾ കുറേ നേരം നിന്ന് പണിതുകൊണ്ട് തന്നെ ഭയങ്കര ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ രാവിലെയാണ് എഴുന്നേറ്റ് കഴുകാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത്, എൻ്റെ ദിവസം ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഒരു ചായ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ദിവസം മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ആദ്യം വെളിയിൽ വയ്ക്കും. അതായത് തലേദിവസം വല്ലതും ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് വെളിയിൽ വയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ തലേദിവസം നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ച ഫുഡ് എന്തെങ്കിലും എടുത്ത് വെളിയിൽ വയ്ക്കണമെങ്കിൽ, അങ്ങനെ എന്തെന്നാണെങ്കിലും ആദ്യം അതൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി വാഷ്റൂമിൽ പോയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ചിലപ്പം വാഷ്റൂമിൽ പോയിട്ട് അങ്ങനെ അധികം നമുക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നിട്ട് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറും. എപ്പോൾ തോന്നുന്നു അപ്പോൾ പോവുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട്, ബ്രഷ് ചെയ്യാൻ ബാക്കിയായിരുന്നു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നു. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഇട്ട് വെച്ചു. ഇനി ആദ്യമുള്ള കോഫി മാറ്റിയെടുത്ത ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായയുടെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൾട്ടിഗ്രെയിൻ്റെ ദോശ എങ്ങനെ ഉണ്ടാക്കുന്ന, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ദോശയുടെ നമ്മൾ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ ശരിയുണ്ട് ആദ്യക്കുട്ടിന് കോഫിയൊക്കെ എടുത്ത്, അതിനിടയ്ക്ക് ഞാൻ ഇനിയിപ്പോൾ അവരാരും ലേറ്റായിട്ടും ഉണ്ടാകാതെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഇവിടെ ചായ വെച്ചതിനോടൊപ്പം തന്നെ അപ്പുറത്ത് ഞാൻ അടുപ്പത്ത് നമ്മുടെ നമ്മുടെ ദോശയുടെ കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അറ്റത്തെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിരിക്കുന്ന നമ്മൾ ഇതാണ് ദോശയുടെ കല്ല്. നടുവിൽ നമ്മൾ ചോറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്ത് ചോറ് ആവി കയറ്റി വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ദാൾ മാത്രം നമ്മൾ ഒരു പാനിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലത്തെ ടൈമല്ലേ, ഇപ്പോൾ ഒരു മൾട്ടി ടാലൻറ്റ് പോലെ തന്നെ നമ്മൾ നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ തീരുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കും, ഒരു 3 മണി 4 മണിക്കൊക്കെ എണീക്കുക പറഞ്ഞാൽ എനിക്ക് ഒട്ടും പോസിബിൾ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ദോശ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ടാണ് നമ്മളത് ചുട്ടെടുക്കുന്നതും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ദാൾ ചൂടാവുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. ഇപ്പുറത്ത് ആദ്യം കിട്ടുന്ന കോഫി എടുത്ത ശേഷം നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചുണ്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ രാവിലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദോശ ആദ്യം അജൂട്ടിന് കഴിക്കാനുള്ള ദോശ ആക്കണം. അതുപോലെ തന്നെ ആദ്യക്കുട്ടിന് കഴിക്കാനുള്ളത്, പിന്നെ ആദ്യക്കുട്ടിന് കൊണ്ടുപോകാനുള്ള ദോശ, അതിനിടയ്ക്ക് അജൂട്ടിന് കൊണ്ടുപോകാനുള്ള ചോറാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും മാക്സിമം കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോലും ഇത്രയ്ക്ക് നമുക്ക് ഹറിബറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അജുവേട്ടന് 6:30 ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. പക്ഷെ മാക്സിമം എങ്ങനെയും 6:45 ചിലപ്പോൾ 7 മണി ആവാറാവും. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. അത് ഞാൻ എത്ര നേരത്തെ ചെയ്തു വെച്ചാലും ലേറ്റ് ആവും, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വെറും നമ്മുടെ ദാൾ മാത്രമാകുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഉരുളക്കിഴങ്ങും ദോശ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടുന്നിടയിൽ ഉരുളക്കിഴങ്ങ് തൊലി കളയുന്നുണ്ട്. അപ്പോൾ ചായ തിളച്ചപ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തി എടുക്കുന്നുണ്ട് ചായ. ഇതിനൊക്കെ ഇടയിൽ അജുവേട്ടൻ വന്നിട്ട് വിളക്ക് കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, അതുപോലെ തന്നെ ഞാൻ മാക്സിമം വീഡിയോസിൽ ഇനി അജുവേട്ടനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ആളുടേതായിട്ടുള്ള 1000 ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വ്ളോഗിൽ പോയിട്ട് അജുവേട്ടൊരു ഹായ് പറഞ്ഞേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് ആൾക്ക് വല്ലാതെ ഇറിറ്റേഷൻ ആവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ക്രേസിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്.
അപ്പോൾ മറ്റുള്ളവർക്ക് അതിൽ എന്താ പറയുക ഒരുപാട് അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്, അതിൽ ഇൻക്ലൂഡ് ആവാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ആദ്യ കൂട്ടനാണ് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ പറഞ്ഞ പോലെ വേഗം വീഡിയോയിൽ വന്ന് ഹായ് ഗൈസ് ബായ് ഗൈസ് എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അവന് ഇഷ്ടമുണ്ടെങ്കിലും എന്നല്ലാണ്ട് അവന് ഞാൻ കമ്പൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം എൻ്റെ ഒരു ക്രേസ് ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ അവരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ ഞാൻ ഇതിനിടയിൽ കൂടെ അത്യാവശ്യം വേണ്ട 1-2 സംഭവങ്ങളൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും കഴുകാൻ നിന്നിട്ടില്ല. നമ്മുടെ ചീഞ്ചട്ടി നമുക്ക് വേണമായിരുന്നു, അതായത് കടായി നമുക്ക് വേണമായിരുന്നു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അജുവേട്ടന് ചോറും അതുപോലെ തന്നെ ദാളും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുമാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴിക്കാൻ നമ്മുടെ മൾട്ടിഗ്രെയിൻ ദോശയും അതേപോലെ തന്നെ നമ്മുടെ പുതിന ചട്നിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ചട്നിയുടെയൊക്കെ നമ്മൾ ദോശയുടെ മാവിൻ്റെ ചട്നിയുടെയൊക്കെ റെസിപ്പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലിതേ കിഴങ്ങിൽ ആദ്യം നമ്മൾ കടായി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടാൻ മറന്നു. ഞാൻ സത്യമായിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ച് അതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഭാഗ്യത്തിന് കിഴങ്ങ് എളുപ്പം വെന്തു കേട്ടോ, ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ശരി, ഇന്ന് എന്തായാലും കിഴങ്ങ് എൻ്റെ ഭാഗ്യത്തിന് എളുപ്പം വെന്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എത്ര നേരം വെച്ചാലും അജുവേട്ടൻ ഇറങ്ങുന്ന സമയം കഴിയാതെ അത് വേറെയില്ല. ഇപ്രാവശ്യം നമ്മൾ പുതിയത് കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം തോന്നുന്നു, വലിയ പൊട്ടച്ചുമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം എളുപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ വേഗം അജുവേട്ടന് ഇല്ലെങ്കിൽ കഴിക്കാതെ പോകട്ടോ, ലേറ്റായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം അജുവേട്ടന് 2 ദോശയും അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തിയും ദാളും കൂടെ എടുത്തിട്ട് ആൾക്ക് ചായയും കൂടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആളെപ്പോഴും റെഡി ആയിട്ട് എനിക്ക് ടൈമില്ല ലേറ്റായി എന്ന് പറഞ്ഞു പോവും. അപ്പോൾ പിന്നെ നമുക്കൊരു മനസ്സമാധാനം കുറവില്ല. നമ്മൾ രാവിലെ ചിത്രമൊക്കെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ആൾ കഴിക്കാതെ പോകുമ്പോൾ നമുക്കതൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല, നമുക്കതൊരു വിഷമാവും പിന്നെ. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു കേട്ടോ. ചില ദിവസങ്ങളിലെന്ന് വെച്ചാൽ ആൾക്ക് ചിലപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ആൾ റെഡി ആകുമ്പോൾ പുറകെ നടന്ന് വായിൽ വാരി കൊടുക്കും കേട്ടോ. അപ്പോഴും ആൾക്ക് ദേഷ്യം വരും, നീ എന്തിനാ എൻ്റെ പുറകെ നടന്ന് വാരി തരുന്നു, എനിക്ക് സമയമില്ലല്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആൾ ദോശയുടെ കൂടെ സാമ്പാർ കഴിച്ചു നോക്കിയപ്പം പരിപ്പ് കറി ദാൾ കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ അത് പറഞ്ഞിട്ട് ഞാൻ ഉപ്പിടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി കഴിക്കുമ്പോൾ എനിക്ക് വയ്യാത്ത കാരണം പിന്നെ ഞാൻ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ആൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒന്നും ആൾ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ദാളിൽ. അപ്പോൾ ഇന്ന് പിന്നെ ആൾ പറഞ്ഞപ്പം വീണ്ടും ദോശയുടെ കൂടെ കഴിച്ചപ്പോൾ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ആദ്യക്കൂട്ടിൻ്റെ കോഫി ആണെങ്കിലും തണുക്കാൻ വേണ്ടി ഞാൻ ഹോളിൽ കൊണ്ട് വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അജുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഈ ഒരുപാട് പാത്രങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളപ്പം എന്നോട് പറഞ്ഞു, നീ സെപ്പറേറ്റ് പാത്രമൊന്നും ഒരു 10 പാത്രം കൊണ്ട് തരണ്ട, എനിക്ക് സ്കൂൾ കുട്ടികളുടെ പറഞ്ഞു വിടുന്ന കൂട്ട് എനിക്ക് ഒരു പാത്രത്തിനകത്ത് തന്നെ മതി ദാള് റൈസും കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണ്ട ചോറും ചൂടാക്കിയ ചോറാട്ടോ. അപ്പോൾ വേണ്ട ചോറും പിന്നെ അതിന് മുകളിൽ കുറേശ്ശെ ദാളൊഴുക്കി മിക്സ് ചെയ്യും, പിന്നെ കുറച്ച് ദാളൊഴുക്കി മിക്സ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോമ്പിനേഷൻ, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ദാള് റൈസ്. അപ്പോൾ ഞാൻ മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡബ്ബയിലാക്കാൻ നിന്നപ്പോൾ അജുവേട്ടനോട് പറഞ്ഞു വേണ്ടത് അജുവേട്ടൻ തന്നെ ആക്കിക്കോളൂ, പിന്നെ ഞാൻ ആക്കിയിട്ട് കൂടിപ്പോയി അങ്ങനെയൊന്നും പറയരുത്, അല്ലെങ്കിൽ ദാള് കുറഞ്ഞു പോയി എന്നൊന്നും പറയരുത്, വേണ്ടത് എത്ര വെച്ചാൽ അജുവേട്ടൻ തന്നെ ആക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊക്കെ ദാളൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അജുവേട്ടൻ തന്നെയാണ് കേട്ടോ ഇനി വീണ്ടും ദാള് ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതും പിന്നെ ആളുടെ ടിഫിനിലേക്ക് ആക്കിയ ശേഷം വീണ്ടും കുറവുള്ള ദാളോട് ആൾ ആഡ് ചെയ്തിട്ട് ആൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഫുൾ വീഡിയോസ് നിങ്ങൾ കാണുന്നത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമൻറ്റെങ്കിലും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്താൻ സഹായിക്കും. അപ്പം സ്റ്റാർട്ടേഴ്സായിട്ടുള്ള ഒരുപാട് വലിയ വലിയ റെസിപ്പീസൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് സ്റ്റാർട്ടേഴ്സായിട്ട് ഒന്നും അറിയാതെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ പോലും യൂസ്ഫുൾ ആയിരിക്കും
സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ സക്സസ്സിനും അത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങൾ അജുവേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു, ടിഫിനൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അജുവേട്ടനും ആദിക്കുട്ടനൊക്കെ സ്കൂളിലേക്കും ഓഫീസിലേക്കായിട്ട് അവർ പോയി. ആദിക്കുട്ടനും ഇടയ്ക്ക് കഴിക്കെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അവരൊക്കെ പോയ ശേഷം ഞാൻ കുറച്ച് നേരം, അതായത് എൻ്റെ അമ്മയോടും അതുപോലെ തന്നെ അജുവേട്ടൻ്റെ മമ്മിയോടൊക്കെ സംസാരിച്ചു ഫോണിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാൽ മടി പിടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അടിച്ചുവാരി തുടച്ച ശേഷം നമുക്ക് വേഗം പോയിട്ട് കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് വേഗം അടിച്ചുവാരും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അടിച്ചുവാരണ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും നിൽക്കണമെന്ന് ചോദിച്ചാലുണ്ടല്ലോ, എനിക്ക് നമ്മൾ കുറേ അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ കൈക്കകത്ത് ഭയങ്കര വേദന എടുക്കും. എനിക്കൊരു കൈയിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ ഒരു സൈഡിലായിട്ട് ഭയങ്കര വേദന എടുക്കും കേട്ടോ. അവിടെ അങ്ങനെ സ്വെല്ലിങ് പോലെ വരും. നമ്മളിങ്ങനെ സ്ട്രെയിൻ കൊടുത്തിട്ട് അടിച്ചു വരും തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. മെയിൻലി അടിച്ചു വരുമ്പോൾ, തുടയ്ക്കുമ്പോൾ അത്ര അങ്ങനെ ഫീൽ ചെയ്യാറില്ല. മുൻപും ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചൂലെടുത്ത് അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തരിപ്പ്. അതുപോലെ കിടക്കുന്ന സമയത്തും ഭയങ്കര തരിപ്പ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കൈക്ക്. മുന്നുള്ളതായിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേഗം നമ്മുടെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലായിടത്തും ഫാനൊക്കെ ഓൺ ചെയ്ത് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം വേണം എനിക്ക് പിന്നെ ആദ്യം നമ്മുടെ ഹാളിൽ കൂടെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ തുണി എടുക്കണമെങ്കിൽ റൂമിൽ കയറണം. അപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങിയാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ, അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. രാവിലത്തെ ഒരു ധൃതി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ ഒന്ന് ഒതുക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30-10:45 കാണും. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം രാവിലെ. അപ്പോൾ എന്തായാലും കാലത്തൊരു ചായ കുടിച്ചതിൻ്റെ ബലത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അതും കാടിവെള്ളം പോലെയാണ് ഇപ്പോൾ ചായ കുടിക്കാറുള്ളത്. ചൂടോടെ കുടിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവാറേ ഇല്ല. രാവിലെ ഉണ്ടാക്കി വെക്കും, പക്ഷേ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് മുന്നേ കുടിക്കുമ്പോഴേക്കും എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അയ്യോ അത് ബാക്കിയാണ് ഇത് ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്ന് കുടിച്ചാൽ എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ പോയ ശേഷം പിന്നെ ഞാൻ കുടിക്കുക ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചായയിലാണ് നമ്മൾ ഈ 11 മണി വരെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വേഗം ഞാനിതേ അടുപ്പത്ത് നമ്മുടെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടാവണ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചതെല്ലാം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാറ്റിയിട്ട് നമ്മൾ അപ്പുറത്തെ പാത്രത്തിൽ കൂടുതൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഇനി അത് മുഴുവൻ ഉണങ്ങിയിട്ട് വേണം ഉള്ളിലെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ നമ്മൾ ഉണങ്ങിയത് ഉള്ളിലെടുത്ത് വെച്ച് കൂടുതലുള്ളത് ബാക്കിയുള്ളത് നമ്മൾ കൂടുതലെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ കല്ലൊക്കെ ചൂടായി. ഇനി ശകലം എണ്ണ മാത്രം തൂത്തിട്ട് ഞാനിത് നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീണ്ടും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഇതിൻ്റെ ദോശയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതല്ല ഇനി നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വയ്യ, സെപ്പറേറ്റ് അതെന്തൊക്കെയാണെന്നുള്ള ഒരു റെസിപ്പി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അതും കൂടെ നമ്മൾ ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് എവിടെയുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞ് ദോശ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദോശ ഏകദേശം ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള അത്യാവശ്യം നമ്മുടെ അല്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ തീർക്കുന്നുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു കണ്ടിന്യൂഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്താൽ എൻ്റെ പണിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്കതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഭൂലോകം അടിച്ചായിരിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുള്ളത്. അമ്മയോടോ മമ്മിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ പെട്ടു. അതുപോലെ തന്നെയാണ് ഫോണിൻ്റെ ഒരു അഡിക്ഷനും. കണ്ടിന്യൂസ്ലി പണി കഴിഞ്ഞ ശേഷം ഞാൻ ഫോൺ എടുത്താൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ പണിക്ക് മുന്നേ ഇവർ സ്കൂളിൽ പോയി ഓഫീസിലും പോയ ശേഷം ഉടനെ കുളിക്കേണ്ട അടിച്ചുവാരി തുടയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗത്ത് കുറച്ചേരം ഫോൺ എടുത്തിരുന്നാൽ പിന്നെ തീർന്നു കേട്ടോ. പിന്നെ അത് ഭയങ്കര ഒരു ഹാബിറ്റായി മാറും എനിക്ക്. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അപ്പോൾ ഞാൻ 2 ദോശ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ 2 ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാനുള്ളതും പ്ലസ് ഒരു ദോശ ഞാൻ ഉച്ചയ്ക്കിലത്തേക്കുള്ളത്. പിന്നെ ഒരു ദോശയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുന്ന ചോറും താളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതേ ചോറ് മാത്രം ഒരു ദോശ മാത്രം ഞാൻ ചുട്ടെടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ കാസ്ട്രോളിനകത്ത് കേട്ടോ. ഉച്ചയ്ക്കിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനതേ ബാക്കി മാവൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി നമുക്കിപ്പോൾ അത് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ
അങ്ങനെ ആദിക്ക് കൊടുക്കാനുള്ള ചോറാണെങ്കിലും ശരി അതെല്ലാം ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി, ദാളും ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞോട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഏകദേശം പണികളൊക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ. ഉച്ചയ്ക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു പണിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് ധൃതി വയ്ക്കാതെയും വെപ്രാളപ്പെടാതെയൊക്കെ നമ്മുടെ പണിയൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കിയ ശേഷമാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പോൾ രാവിലെ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ 2 നമ്മുടെ മൾട്ടിഗ്രെയിൻ്റെ ദോശ, അതായത് ഹെൽത്തി ദോശ, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, പുതിനയില എന്ന് മാത്രമല്ല എനിക്ക് വായിൽ വരുന്നത് എന്താണെന്നറിയില്ല. അപ്പോൾ കുറേ നേരം ഞാൻ ഈ പൊട്ടത്തരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ മല്ലിയില ചട്നി, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത കിഴങ്ങിന് ഒരു ശകലം 2 സ്പൂണോളം കിഴങ്ങിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിയത്തെ എണ്ണ മാറ്റിയിട്ട് ഞാൻ കിഴങ്ങ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു വേറെ നമുക്ക് കുറച്ച് ഒരു 2 സ്പൂൺ ദാൽ എടുത്തിട്ടുണ്ട് പേരിന്. അസിഡിറ്റി ആയതുകൊണ്ട് അധികം അതും എനിക്ക് കഴിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ തലേ ദിവസത്തെ 2-3 ഉരുളം കൊഴുക്കട്ടയില്ലേ, കുഞ്ഞു ഉരുളയായിരുന്നു, ഞാൻ നീളത്തിലാക്കി വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ട് ലാവിഷായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഇനി ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള നമ്മുടെ ഒരു റുട്ടീൻ, ഇത്ര നേരം വരെയുള്ള റുട്ടീൻ എന്ന് പറയുന്നത് മോർണിംഗ് തൊട്ട് ഈ സമയം വരെ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം വൈകുന്നേരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് ഈസി ആയിരിക്കും രാവിലത്തെ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഏകദേശം ഒരു ഹെൽപ്പ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ തലേ ദിവസത്തെ വീഡിയോയും കൂടി കണ്ടാൽ കേട്ടോ. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ, സീ യു.